അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെ ഗുസ്തിയിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് വിനേഷ് ഫോഗട്ട്. സ്വപ്നങ്ങൾ തകർന്നെന്നും ഇനി മത്സരിക്കാൻ കരുത്തില്ലെന്നും സമൂഹ മാധ്യമമായ എക്സിൽ വിനേഷ് കുറിച്ചു. അതേസമയം അയോഗ്യയാക്കിയ നടപടിക്കെതിരെ വിനേഷ് നൽകിയ അപ്പീലിൽ കായിക തർക്ക പരിഹാര കോടതി ഇന്ന് ഇടക്കാല വിധി പറയും. ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും അനിൽ വാസുദേവ് വിവരങ്ങളുമായി ചേരുന്നു. അനിൽ, എന്തുകൊണ്ടാണ് വിനേഷ് ഫോഗട്ട് ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചത്? ഒരുപക്ഷെ തൻ്റെ ഏറ്റവും വലിയ സ്വപ്നം, ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒളിമ്പിക്സിൽ ഒരു മെഡൽ എന്നുള്ളത്. കുഞ്ഞുനാൾ മുതൽ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു വിനേഷ് ഫോഗട്ട്. അത് ഒടുവിൽ നേടിയെടുത്തു എന്നുള്ള ഒരു ഘട്ടത്തിലായിരുന്നു, മെഡൽ ഉറപ്പിച്ച ഘട്ടത്തിലായിരുന്നു ഭാരക്കൂടുതലിൻ്റെ പേരിൽ വിനേഷിനെ അയോഗ്യയാക്കുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് അതിജീവിക്കാനോ ഒരിക്കലും വിനേഷിനാവുമായിരുന്നില്ല. വലിയ ദുഃഖത്തിലായിരുന്നു. ഒപ്പം തന്നെ വിനേഷ് മാത്രമല്ല, ഈ രാജ്യം ഒന്നടങ്കം വിനേഷിന് പിന്നിലുണ്ടായിരുന്നു. ആ ദുഃഖത്തിനൊപ്പം പങ്കുചേരുകയായിരുന്നു. കാരണം കൈയിൽ കിട്ടിയ ഒരു മെഡൽ, അതും ഒരു ചരിത്ര മെഡൽ, ഫൈനലിലെത്തുന്ന ആദ്യ വനിത, അത് സ്വർണം നേടുന്ന ആദ്യ ഗുസ്തി താരം, അങ്ങനെ നിരവധി റെക്കോർഡുകൾ അടക്കം വിനേഷിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അത് വെറും 100 ഗ്രാമിൻ്റെ ഒരു ഭാരക്കൂടുതലാണ് വിനേഷിന് ഈ റെക്കോർഡ് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ വിനേഷിന് ഇതിൽ നിന്ന് കരകയറുക ഒട്ടും എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് താരം വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ആ വിരമിക്കൽ പോസ്റ്റിൽ പറയുന്നത്, താൻ ഗുസ്തിയുമായുള്ള മത്സരത്തിൽ ഞാൻ തോറ്റുപോയി, ഇനി എനിക്ക് വീണ്ടും കരുത്തോടെ പൊരുതാനാവില്ല, ഗുഡ് ബൈ റെസ്ലിംഗ് എന്ന് പറഞ്ഞാണ് തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും വലിയ സങ്കടം തന്നെയാണ് ഉണ്ടാവുന്നത്. ഇനി ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഈ തീരുമാനത്തിൽ ഒരു മാറ്റം വരുമോ എന്ന കാര്യത്തിലൊന്നും ഉറപ്പില്ല. എന്നിരുന്നാൽ പോലും വിനീഷ് പ്രതീക്ഷയോടുകൂടി അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അവിടെ അപ്പീൽ നൽകിയിട്ടുണ്ട്. തനിക്ക് വെള്ളി മെഡലെങ്കിലും നൽകണമെന്നാണ് ആവശ്യം. അതായത് നേരത്തെയുള്ള റൂൾ പ്രകാരം വെള്ളി, അതായത് ആ പ്രിലിമിനറി ഘട്ടം മത്സരിക്കുമ്പോൾ മാനദണ്ഡത്തിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടായിരുന്നു. ഫൈനലിന് മുന്നോടിയായി മാത്രമാണ് വെയിറ്റിൻ്റെ ഒരു പ്രശ്നം വന്നത്. അതുകൊണ്ട് വെള്ളി മെഡലെങ്കിലും നൽകണമെന്നാണ് ആവശ്യം. ഇക്കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ തർക്കപരിഹാര കോടതി, കായിക തർക്ക പരിഹാര കോടതി ഒരു വിധി പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അമിത പ്രതീക്ഷകളൊന്നും തന്നെയില്ല. കാരണം ഇന്നലെ ഈ ഗുസ്തി ഫെഡറേഷൻ്റെ അധ്യക്ഷൻ ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൂൾ ഈസ് റൂൾ. അതിനകത്ത് ഒരു താരത്തിനും അതിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടി റൂൾ മാറ്റിമറിക്കാൻ പറ്റില്ല. ഇതേ ഒളിമ്പിക്സിൽ തന്നെ ഒരു ഇറ്റാലിയൻ താരത്തിന് ഭാരക്കൂടുതൽ കാരണം അയോഗ്യത കൽപ്പിക്കേണ്ടി വന്നിരുന്നു. ഈ രണ്ടാമത്തെ ആൾ മാത്രമാണ് വിനേഷ്. അപ്പോൾ അത് പ്രിലിമിനറി ഘട്ടത്തിലാണ്, ഇത് ഫൈനലിലാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് അറിയിച്ചിരുന്നു. അങ്ങനെ ഒരു നിലപാട് തന്നെയായിരിക്കും അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷൻ ഈ കോടതിയിലും ഉന്നയിക്കുക. എന്തായാലും നേരിയ പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു വലിയൊരു നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു മെഡൽ നേട്ടം ഈ കോടതിയിലൂടെയെങ്കിലും വരട്ടെ എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത്. വേണു. ശരി, അനിൽ വാസുദേവാണ് ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും ചേർന്നത്. വിരമിക്കൽ തീരുമാനം പുനഃപരിശോധിക്കാൻ വിനേഷിനോട് ആവശ്യപ്പെടുമെന്ന് അമ്മാവനും ആദ്യ കോച്ചുമായ മഹാവീർ ഫോഗട്ട് 24-നോട് പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.